അവർക്ക് വേണ്ട കൺസേൺസ് നമുക്ക് ഇതിൽ നിന്ന് റെഫർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും ആർക്കിടെക്ട് ഇന്റീരിയേഴ്സ് ഉണ്ടാവണമെന്നില്ല, ഓൾറെഡി ഉള്ള വീടായിരിക്കും. അപ്പൊ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും? ഉറപ്പായിട്ടും. എത്ര ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കും? മാക്സിമം ഒരു 10 days ആണ് പറയുന്നത്. 10 days എന്തായാലും ചെയ്തു വർക്ക് ചെയ്ത് തീർത്തിരിക്കും. അപ്പൊ ഇവരുടെ ഈ 100-200 സൈറ്റുകൾ ഒരു വർഷം ചെയ്യും. അപ്പൊ 1000 സൈറ്റോളം ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസിന് ഇവരതിൽ ഫോക്കസ്ഡ് ആണ്. അതാണ് ഇവര് അതിൽ പുലികൾ. അപ്പൊ പിന്നെ അവരുടെ വാക്കിന് അതിന്റേതായ ഒരു കാര്യം ഉണ്ടാവും. ഹലോ എവരിവൺ, ആഷിഖ് കവർസനാണ്. ഇതിനു മുന്നേ ഇട്ട വീഡിയോയിൽ ഞങ്ങൾ കർട്ടൻസിന്റെ കറന്റ്ലി ഉള്ള ട്രെൻഡുകളെ പറ്റി എല്ലാം തന്നെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 വേണം എന്ന് പറഞ്ഞത് കൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ട് മറ്റൊരു വീഡിയോ കൂടി ആഡ് ചെയ്യാണ്. നമ്മളുടെ കൂടെ കവർസൺ ഹോം സ്റ്റൈലിങ്ങിൽ നിന്ന് സുഹൈലും ആകാശും ഉണ്ട്. ഇവർ രണ്ടുപേരും ഇതിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആകാശ് എന്താണ് മെയിനായിട്ട് ചെയ്യുന്നത്? ഞാനിവിടെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം നമുക്ക് വരുന്ന എൻക്വയറീസ് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ആഡ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മളെ പറ്റി അറിയാവുന്ന കുറേ ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട് ഡയറക്റ്റ്, അവരെ ഹാൻഡിൽ ചെയ്യുക. പിന്നെ അവർക്ക് കൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, റേറ്റിനെ പറ്റി ഒരു ഐഡിയ കൊടുക്കുക, മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരുടെ കൺസേൺസ് എല്ലാം ക്ലിയർ ചെയ്യുകയാണ് എൻ്റെ മെയിൻ ടാസ്ക് ആയിട്ട് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളെ പറ്റിയും ക്വാളിറ്റിനെ പറ്റിയൊക്കെ ആകാശിന് അറിയാം. ഓൾമോസ്റ്റ് ഇതിപ്പോൾ ഇത്രയും കാറ്റലോഗ് ഉണ്ട്, A to Z എല്ലാം അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊരു ഹ്യൂമൻ മൈൻഡ് പോസിബിൾ ആകുന്ന കാര്യമല്ല. എന്നാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പെർട്ട് ആയിട്ട് അതിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ. അതെ, അവർക്ക് വേണ്ട കൺസേൺസ് നമുക്ക് ഇതിൽ നിന്ന് റെഫർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് സുഹൈൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ മെയിൻലി കസ്റ്റമർ ഹാൻഡ്ലിംഗ് ആണ്. അതായത് ഇവിടെ നിന്ന് തരുന്ന ലീഡ്സ് ഹാൻഡിൽ ആണ് മെയിൻ. അല്ലാണ്ട് നോർമലി ഇൻസ്റ്റാഗ്രാമിൽ ക്ലയന്റിനെ ഡീൽ ചെയ്യൽ ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ട് മെഷർമെന്റ് എടുത്ത് അവരെ കൊണ്ട് കാറ്റലോഗ്സ് കാണിച്ചിട്ട് സെലക്ട് ചെയ്യൽ കാര്യങ്ങളാണ്. ഒരു വീട്ടിലിപ്പോ നിങ്ങൾക്ക് ഒരു വർക്ക് കിട്ടി, ഇത് സെലക്ട് ചെയ്യണമല്ലോ. എങ്ങനെയാണ് ഈ സെലക്ഷൻ ചെയ്യുക? വീട്ടിലേക്കുള്ള കർട്ടനുകൾ സെലക്ഷൻ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. അവിടുത്തെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. എന്തായാലും ഇപ്പൊ കാറ്റലോഗ് തുറന്നു വെക്കുമ്പോൾ നമ്മളൊരു 2-3 സജഷൻ ഫസ്റ്റ് അവർക്ക് കൊടുക്കും. അവരതനുസരിച്ചിട്ട് ഒന്നില്ലെങ്കിൽ സെലക്ട് ചെയ്യും. സജഷൻ എങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് ഈ സജഷൻ? അതായത് ഇപ്പോ പല കളേഴ്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ഇത്ര വീടുകൾ ചെയ്താണ്. ഇപ്പൊ ഒരു വർഷത്തിൽ നമ്മളൊരു 160-200 വീട് മേലെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ കൂടുതലും ഇന്റീരിയേഴ്സിന്റെ ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അവര് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് എപ്പോഴും കാണുന്ന ഇത് തന്നെയാണ്. ആ വീടിന്റെ ഈ ഇന്റീരിയർ ഡിസൈനേഴ്സ് ആർക്കിടെക്ട്സ് ആണോ സെലക്ട് ചെയ്യുന്നത്? അല്ല, കൂടുതലും വീട്ടുകാർ തന്നെയാണ് കൂടുതലും ഇവര് വരച്ചു കൊടുത്തിട്ടുണ്ടാവും. ഓൾറെഡി 3D ഡിസൈൻ ഉണ്ടാവും. അപ്പൊ അവരത് നോക്കിയായിരിക്കും കൂടുതൽ സെലക്ട് ചെയ്യുക. ചെറിയ ചേഞ്ചസ്, അതായത് ചെറിയ ലൈറ്റ് കളർ ആക്കും, ചെറിയ ഡാർക്കർ ആക്കും. ആകാശ സുഹൈൽ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അതെ. പിന്നെ ചില ക്ലയൻസ് ഒക്കെ ആർക്കിടെക്ട്സ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അവര് അങ്ങനെ പറയാറുണ്ട്, നമ്മൾ ആർക്കിടെക്ട്സ് ആയിട്ട് വരാം, അവർക്കായിരിക്കും ഇച്ചിരി ബെറ്റർ സെലക്ഷൻ എന്ന രീതിയിൽ അങ്ങനെ വരാറുണ്ട്. ഈ രീതിയിലുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. കൂടുതലും എല്ലാവർക്കും ആർക്കിടെക്ട് ഇന്റീരിയേഴ്സ് ഉണ്ടാവണമെന്നില്ല, ഓൾറെഡി ഉള്ള വീടായിരിക്കും. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും? പിന്നെ ഓൾറെഡി അവർക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ബജറ്റ് കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ സാധനങ്ങളല്ലേ സെലക്ട് ചെയ്ത്? ഞാൻ കൂടുതലും ചെയ്യാറെന്ന് പറഞ്ഞാൽ ഫിനിഷിങ് കൂടുതൽ പറ്റിയ കർട്ടൻസ്. ചില കർട്ടൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലീറ്റ്, ഏത് കളറാണെങ്കിലും പ്ലീറ്റ് കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ എടുക്കുമ്പോ അതാണ് മെയിൻ പ്രശ്നം വരിക. ഈ പ്ലീറ്റ് ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലീറ്റ് കറക്റ്റ് അതിന്റെ വ്യത്യാസം വരും. അപ്പൊ ഞാൻ കൂടുതലും ഫസ്റ്റ് അവരുടെ അടുത്ത് പറയും, അതായത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, ബഡ്ജറ്റ് വൈസ് ഓക്കെ, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗി കിട്ടില്ല. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മൾ ഒരു സൈറ്റിൽ കൊണ്ടുപോയി ഇപ്പൊ ഒരു 10,000 രൂപയോ എല്ലാം ചെലവാക്കി ഒരു കർട്ടൻ ഇട്ടു, പക്ഷെ പൈസയിലല്ല കാര്യം, ആ തുണിക്ക് പൈസയായിട്ട് ഒരു ബന്ധമില്ല. ഇത് എന്തായാലും ഇത്രയും രൂപ മുടക്കി ചെയ്യുന്നതാണ്. അതായത് അതിനേക്കാളും ചിലപ്പോ ഒരു 1,500 രൂപ കൂടുതൽ മുടക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ക്ലോത്ത് കിട്ടും. ചിലതിൽ ചിലപ്പോൾ പൈസ കുറഞ്ഞാലും തുണി നല്ലതായാൽ മതി. ആ തുണി നല്ലതെന്ന് പറയുന്നത് ആ തുണിയിൽ എത്ര കോട്ടൺ ഉണ്ടെന്നോ എത്ര ലിനൻ ഉണ്ടെന്നോ നോക്കിയല്ല. ഈ തുണി ഇത്ര ഹൈറ്റിൽ താഴെ വരെ ഇടുന്ന സമയത്ത് താഴെ എത്തുമ്പോഴും അത് ഫിനിഷിങ്ങിൽ കിടക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കൽ ഒരു തുണി കണ്ടു 1,500 രൂപ മീറ്ററിന്, ഹൈ പ്രൈസിന്. പക്ഷെ താഴെ എത്തിക്കഴിഞ്ഞ ഇത് കാറ്റൊക്കെ അടിക്കാൻ നേരത്തെ അത് സെയിം ഇഷ്യൂ നമ്മളുടെ ഒരു സൈറ്റിൽ വന്നിട്ടുണ്ട്. കൊല്ലത്ത് ഒരു സൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുത്തില്ലേ? അതില് ഇല്ല, അത് അവര് തന്നെ സെലക്ട് ചെയ്ത്, അവർക്ക് നിർബന്ധിച്ചു. ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചാണ്, വേറെ ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചത് നമ്മളുടെ എടുത്തതാണ്. നിങ്ങൾ പറഞ്ഞായിരുന്നു അപ്പൊ ഇതിങ്ങനെ കിടക്കും? ഇല്ല, അത് നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു ക്ലോത്ത് ആണ്. നമ്മളത് വേറെ ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. അപ്പൊ അത് ചെയ്തോണ്ട് മനസ്സിലായി ഇപ്പൊ അത് ഇനി വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ ഈ 100-200 സൈറ്റുകൾ ഒരു മാസം ഒരു വർഷം ചെയ്യും. അപ്പൊ 2,000 അല്ല ഒരു 1,000 സൈറ്റോളം ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസിന് ഇവരതിൽ ഫോക്കസ്ഡ് ആണ്.
അതാണ് ഇവര് അതിൽ പുലിയാണ്. അപ്പൊ പിന്നെ അവരുടെ വാക്കിന് അതിന്റേതായ ഒരു ഇതുണ്ടാവും. കാര്യം ഉണ്ടാകും. അത് നിങ്ങൾ സത്യസന്ധമായിട്ട് അത് പറഞ്ഞു. പറയും. ചില കസ്റ്റമേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യും അവര് ഓൾറെഡി. അത് നമ്മളനുസരിച്ച് കസ്റ്റമേഴ്സിന് അക്സെപ്റ്റ് ചെയ്യും. സന്തോഷമായിരിക്കും. കാരണം അത് അവർക്ക് പണി അറിയാവുന്നവരെ ഏൽപ്പിക്കുമ്പോൾ ചിലവർ ഇങ്ങോട്ട് ചോദിച്ചു വരാറുണ്ട്, നമുക്കൊരു സജഷൻ തരുമോന്ന് ചോദിച്ചിട്ട്. ഇപ്പൊ ഒരു ഇന്റീരിയർ ഡിസൈനർ ആണെങ്കിലും ആർക്കിടെക്ട് ആണെങ്കിലും അവരൊരു ഓവറോൾ പിക്ചർ ആയിരിക്കും ചെയ്യുക. അതെ. അതില് ഇന്ന സാധനത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരെയുള്ള അവർ കണ്ടുപിടിക്കുക. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ഇത് പലപ്പോഴും പലരും പറയാൻ മറക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഈ ഒരു കർട്ടൻസ് സെലക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങളോട് ഒരു ആള് ചോദിച്ചു, ബ്ലൈൻഡ്സും ഉണ്ട്, കർട്ടൻസ് ഉണ്ട്, റോമൻ ബ്ലൈൻഡ് ഉണ്ട്, സീബ്ര ബ്ലൈൻഡ് ഉണ്ട്, വെർട്ടിക്കൽ ബ്ലൈൻഡ് ഉണ്ട്, വെനീഷ്യൻ ബ്ലൈൻഡ് ഉണ്ട്, വുഡൻ ബ്ലൈൻഡ് ഉണ്ട്. ഇതിൽ ഏത് ചെയ്യണം? ഇത്ര ഓപ്ഷൻസ് അല്ലേ? അത് നമ്മൾ ഓരോ ഡീറ്റെയിൽസും ഇപ്പൊ ഓരോ കാര്യങ്ങൾ ഇപ്പൊ വുഡൻ ബ്ലൈൻഡ്സിന്റെ കാര്യം പറയണമെങ്കിൽ അവരടുത്ത് പറഞ്ഞു കൊടുക്കണം. ഇത് വെയിറ്റ് കൂടുതലായിരിക്കും, ഇത്രയും 3 പാളിയുടെ വിൻഡോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അഡ്വാൻറ്റേജും അത് ഡിസഡ്വാൻറ്റേജും രണ്ടും പറഞ്ഞു കൊടുക്കും. അതായത് ആ വീടിനായിട്ട് ചേരുമെന്ന് പറയും. ഇപ്പൊ അവർ ചില സ്ഥലത്ത് വെറുതെ വുഡൻ ബ്ലൈൻഡ്സ് കൊണ്ടുവന്നിടും. ചിലപ്പോൾ ആവശ്യമില്ലാത്തടത്ത് ചിലപ്പോൾ കർട്ടൻ ചെയ്യണതുണ്ട്. ചെറിയ ഒരു 2 പാളിയുടെ വിൻഡോസിലൊക്കെ കർട്ടൻ ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും അത് അതുപോലെ തന്നെ അടുക്കളയിൽ സ്റ്റൗവിന്റെ അടുത്തുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ബേസിക് ലോജിക് ആണ്. പിന്നെ മെയിൻലി കേരളത്തിലെ വീടുകളിൽ കാണുന്നവരാണ് ഇപ്പൊ ചിലവർ കിച്ചണിൽ ചെയ്യണോന്ന് പറയും. പക്ഷെ കിച്ചണിന്റെ സൈഡിൽ മൊത്തം മറ്റേ ഇവരൊക്കെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലങ്ങളുണ്ട് ഒരുപാട് വർക്ക് ഏരിയയിലൊക്കെ. അവിടെയൊക്കെ കൊണ്ടുവന്ന് കർട്ടൻ ഇടും. പിന്നെ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതൊന്നും പ്രാക്ടിക്കാലിറ്റി. ചില സ്ഥലങ്ങളിൽ ഡോറ് തുറന്ന് കർട്ടന്റെ അങ്ങോട്ട് വരും. അത് വന്ന് കർട്ടന്റെ ക്ലാമ്പിൽ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ കൊണ്ടുവന്ന് ഒരിക്കലും കർട്ടൻ വെക്കരുത്. ബ്ലൈൻഡ്സ് അങ്ങനെ എന്തെങ്കിലും ഒതുങ്ങിയ സാധനങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. മാക്സിമം വർക്ക് ഏരിയയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വലിയ ഉപകാരം ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും മുകളിലേക്ക് കയറ്റി വെക്കലേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. അത് 12 ലക്ഷം 15 ലക്ഷത്തിന് കിച്ചൺ ചെയ്യും. എന്നിട്ട് ജനല് തുറന്നിട്ടേക്കും. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ആ ഒരു 2000 രൂപയുള്ളൂ അവിടെ ഒരു ബ്ലൈൻഡ്. അത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു, അത് മിസ്സായി പോകും. വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ് നമ്മൾ കിച്ചണിൽ കൂടുതൽ ഇടുന്നത്, വെനീഷ്യൻ ബ്ലൈൻഡ്സ്. പക്ഷെ അത് ഇപ്പൊ പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെനീഷ്യൻ ബ്ലൈൻഡ്സ്. അപ്പൊ നമ്മൾ കൂടുതലും ഒന്നിലേക്ക് റോളർ ബ്ലൈൻഡ്സ് അല്ലെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ആയിരിക്കും നല്ലത്. സൺസ്ക്രീൻ ബ്ലൈൻഡ്സ് ആണ് ഇപ്പൊ കൂടുതൽ. അതുപോലെ സീബ്രയുടെ ഡാർക്ക് കളർ ഇതും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ കർട്ടന്റെ കേസിൽ അങ്ങനെ ചെയ്തു. പോയി സൈറ്റ് എടുത്തു, നമ്മൾ പൈസ പറഞ്ഞു, അവര് എത്ര രൂപ തരണം വർക്ക് ചെയ്യണമെങ്കിൽ? ഒരു 50% നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വലിയ തുക അഡ്വാൻസ് വാങ്ങിക്കുന്നത് 50% എന്ന് പറഞ്ഞാൽ പകുതി പൈസ. 1 ലക്ഷം രൂപയുടെ വർക്കാണെങ്കിൽ 50,000 30,000 രൂപ വർക്കാണ്. എന്താണ് ഇത്രയും വലിയൊരു തുക വാങ്ങിക്കാൻ കാരണം? 1000 രൂപ വാങ്ങിയിട്ട് ചെയ്തിടേ? അങ്ങനെയല്ല, നമുക്ക് കുറച്ചൊരു എമൗണ്ട് നമുക്ക് വേണം. അതായത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെറിയ എമൗണ്ട് നമ്മൾ മെറ്റീരിയൽസ്, അതായത് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങണം, അവരുടെ അത്ര മീറ്റർ കട്ട് ചെയ്ത് വാങ്ങല് എല്ലാം അവരുടെ പേയ്മെന്റ് വെച്ച് തന്നെയാണ് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ്. 1 ലക്ഷം രൂപയിൽ 50,000 ബാക്കി 50,000 നിങ്ങളുടെ ലാഭമാണോ? അപ്പൊ അല്ലല്ല, അങ്ങനെയല്ല. ഒരു ഇത്ര പെർസെന്റേജ് മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. നമുക്ക് ആകെ 20% ഒക്കെ ലാഭം ഉണ്ടായാലേ കിട്ടുകയുള്ളൂ. ആകെ ഞാൻ ഇതിന്റെ കണക്ക് നോക്കിയായിരുന്നു. എല്ലാം ചെലവും കഴിഞ്ഞ് 7% ആകെ കൈ കിട്ടുന്ന പൈസ. അത് വളരെ കുറഞ്ഞ ഈ സർവീസ് ഇൻഡസ്ട്രിയുടെ ഒരു വലിയ മാർജിനിലല്ല, ഇതൊരു വോളിയത്തിലാണ് ഇതിന്റെ ഒരുപാട് വർക്കുകൾ ചെയ്യുക പരമാവധി. അതിൽ നിന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകിച്ച് ഞങ്ങളുടെ കർട്ടൻസിന്റെ ഒരു സെഗ്മെന്റ് തന്നെ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ള തൊട്ട് പ്രീമിയം ആയിട്ടുള്ള വീടുകൾ, വില്ലാസ്, വലിയ ഇത് ചെയ്യുന്നത് വരെ ഇവിടെ എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ അപ്പൊ നമ്മളിത് അവരിൽ നിന്ന് പൈസ വാങ്ങി എത്ര ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കും? നമ്മളൊരു മാക്സിമം ഒരു 10 days ആണ് പറയുന്നത്. 10 daysനുള്ളിൽ എന്തായാലും ചെയ്തു വർക്ക് ചെയ്ത് തീർത്തിരിക്കും. 10 days നിന്നില്ലെങ്കിലോ? അങ്ങനല്ല, 10 days നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പറയുന്നത് ഹൗസ് വാമിങ്ങിന് മുന്നേ തീർത്തു. പിന്നെ എല്ലാ ക്ലോത്തുകൾ ഉണ്ടാവും ദൂരേന്ന് വരുന്നത്, അതായത് ഡൽഹിയിൽ ഉള്ളത്. പിന്നെ നമ്മളിപ്പോ ഓർഡർ എടുക്കുമ്പോ തന്നെ അവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് എടുക്കാൻ. സ്റ്റോക്ക് ഇല്ലെങ്കിൽ പിന്നെ പണിയാണ്, 10 ദിവസത്തിൽ നിൽക്കൂല. ഇൻകേസ് എന്തെങ്കിലും ഡിലേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ക്ലയന്റ് ഇൻഫോം ചെയ്യുകയും ചെയ്യും. അതായത് കർട്ടൻ എന്ന് പറഞ്ഞാൽ കർട്ടൻസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ചിലപ്പോൾ ഗുജറാത്തിലോ അല്ലെങ്കിൽ ചൈനയിലോ ഒക്കെ ഉണ്ടാക്കിയതായിരിക്കും. ഇതൊരാൾ വാങ്ങിച്ച് ഉണ്ടാക്കി ഒരു സ്റ്റോക്ക് ചെയ്യും. ഈ സ്റ്റോക്ക് ചെയ്തേക്കുന്നത് കേരളത്തിലും ബാംഗ്ലൂരും കോയമ്പത്തൂരും ആണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടും. കേരളത്തിലാണെങ്കിൽ അന്ന് തന്നെ കിട്ടും. ഡൽഹിയിലോ കൊൽക്കത്തയിലോ ഗുജറാത്തിലോ ആണെങ്കിൽ അത് വരാൻ 4 ദിവസം എടുക്കും. ട്രാൻസ്പോർട്ട് ചിലപ്പോൾ ഓൺ റോഡ് ട്രാൻസ്പോർട്ട്. ഇത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ 2 ദിവസം എടുക്കുക. അപ്പൊ മൊത്തം 6 ദിവസമായി. പിന്നെ അതാണ് ഇതില് ഈ 10 ദിവസം എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് പ്രശ്നം. അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, സാധനം ഓർഡർ എടുക്കും, അപ്പൊ നമ്മൾ അത് വരും. അപ്പൊ സ്റ്റോക്ക് വരാൻ ചിലപ്പോൾ ഒരു 4 ദിവസം 5 ദിവസം വെയിറ്റ് ചെയ്യാൻ പറയും.
അതും കൂടിയാണ്. അപ്പൊ നിങ്ങൾ അത് നേരെ കസ്റ്റമറെ അറിയിക്കും. കസ്റ്റമറെ അതൊന്നും ഒരു വലിയ വിഷയമല്ല. ഇല്ലില്ല. മിക്കപ്പോഴും ഹൗസ് വാമിങ്ങിന് ഒരു 3 ആഴ്ച മുന്നെയാണ് ഈ കർട്ടന്റെ സെഗ്മെന്റ് ആൾക്കാർ മെയിൻ ആയിട്ട് നോക്കുക. എന്നാലാണ് മെഷർ എടുക്കാൻ പറ്റും. അതെ, പിന്നെ ഇൻസ്റ്റാൾ ചെയ്യണത് ചിലപ്പോ തലേ ദിവസം ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത്. ഒരു 2-3 ദിവസം മുന്നേ ഇൻസ്റ്റാൾ ചെയ്യാം, സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അത് നമ്മൾ എപ്പോഴും മിസ്റ്റേക്ക് വരണമെന്നില്ല. ചിലപ്പോ ഒരു ദിവസം എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം. അത് റെഡിയാക്കാൻ റെഡിയാക്കാൻ ഒരു സമയം നമുക്കൊരു ഗ്യാപ്പ് ശരിക്കും വേണം.